സംസ്ഥാന സർക്കാരിന്റെ മദ്യനയത്തിൽ സമഗ്ര മാറ്റം കൊണ്ടുവരുമെന്നാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം 2011-16 കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി ഭരിച്ചപ്പോൾ കേരളത്തിൽ 7 സ്റ്റാർ ഒഴികെയുള്ള ബാറുകളെല്ലാം അടച്ചുപൂട്ടി ബിയർ ആൻഡ് വൈൻ പാർലറുകൾക്ക് മാത്രം അനുമതി നൽകിയിരുന്നു. പിന്നീട് വന്ന ഇടതുപക്ഷ സർക്കാർ ആ തീരുമാനം റദ്ദാക്കുകയും കൂടുതൽ ബാറുകൾ കേരളത്തിൽ തുറന്നു പ്രവർത്തിക്കുന്ന തരത്തിലേക്ക് സാഹചര്യം മുന്നോട്ട് കൊണ്ടുവരികയും ചെയ്തു. അതുമാത്രമല്ല, കേരളത്തിൽ ബാറുകളുടെ പ്രവർത്തന സമയം വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇടതുപക്ഷ സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിലേക്ക് എത്തി. രാത്രി ബാർ അടയ്ക്കുന്നത് 11 മണി എന്നത് 12 എന്നതിലേക്ക് മാറ്റുകയും ഇടതു സർക്കാരിന്റെ മദ്യനയത്തിനെതിരെ വലിയ വിമർശനം അന്ന് മദ്യവിരുദ്ധ സമിതി പ്രവർത്തകർ അടക്കമുള്ളവരിൽ നിന്ന് ഉയരുകയും ചെയ്തിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വീണ്ടും വലിയ ഒരു നല്ലൊരു തീരുമാനത്തിലേക്ക് UDF സർക്കാർ എത്തുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വിഷയത്തിൽ ഒരു കൃത്യമായ നിലപാടെടുക്കാൻ ഐക്യജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി തയ്യാറായി എന്നതാണ് ഏറ്റവും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ വസ്തുത. അതിൽ മദ്യ നിരോധന സമിതി പ്രവർത്തകർ അടക്കമുള്ളവർ എടുത്ത ഒരു നിലപാടുണ്ട്. എന്തായാലും ഈ വിഷയം കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുക്കുമെന്ന കാര്യത്തിൽ തർക്കമുണ്ടോ? ഒരു തർക്കവുമില്ല. കേരളത്തിലെ ജനങ്ങൾ ഈ കാര്യം അല്ലെങ്കിൽ മദ്യനയം, പുതിയതായി വരുന്ന മദ്യനയത്തെ, പുതിയ സർക്കാരിന്റെ മദ്യനയത്തെ പൂർണ്ണമായി അംഗീകരിക്കും. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൻ്റെ അകത്ത് ഒന്നാമതായി പറയേണ്ടത്, ഈ സർക്കാർ, ഈ നിലവിലെ ഐക്യജനാധിപത്യ മുന്നണി സർക്കാർ പ്രതിപക്ഷത്തായിരിക്കുന്ന സമയത്ത് LDF സർക്കാരാണ് അവരുടെ മദ്യനയത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന രീതിയിലേക്ക് ബാറുകളുടെ സമയം കൂട്ടുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സർക്കാരിന്റെ അവസാന സമയത്ത് അല്ലെങ്കിൽ കഴിഞ്ഞ സർക്കാരിന്റെ അവസാന കാലത്ത് കൊണ്ടുവരുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരുപാട് ആശങ്കകൾ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ സാധാരണക്കാരുടെ ജീവിതത്തെ ഇത് ബാധിക്കില്ല, ഇത്തരം കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അന്ന് പ്രതിപക്ഷത്തുണ്ടായിരുന്ന ഐക്യജനാധിപത്യ മുന്നണി അല്ലെങ്കിൽ UDF പറഞ്ഞിരുന്നു, ഞങ്ങൾ അധികാരത്തിൽ വരികയാണെങ്കിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന്. ഓരോ ദിവസവും ഏത് മേഖലയിൽ നിന്നായാലും ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്തകൾ വെച്ച് അല്ലെങ്കിൽ അതത് വകുപ്പിന്റെ മന്ത്രിമാർ നൽകുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ വെച്ച് മനസ്സിലാകുന്നത്, പ്രതിപക്ഷത്തിരുന്നപ്പോൾ എന്തൊക്കെയാണ് ഐക്യജനാധിപത്യ മുന്നണി സാധാരണക്കാരോട് പറഞ്ഞത് അതെല്ലാം നടപ്പിലാക്കാൻ പോകുന്നു എന്ന് തന്നെയാണ്. അതിപ്പോ ആരോഗ്യ മേഖലയാകട്ടെ, വിദ്യാഭ്യാസ മേഖലയാകട്ടെ, ആഭ്യന്തര വകുപ്പാകട്ടെ, എവിടെയൊക്കെയാണ് പരാജയം പറ്റിയത് അല്ലെങ്കിൽ കഴിഞ്ഞ സർക്കാരിന് എവിടെയൊക്കെയാണ് തങ്ങൾ വിമർശിച്ചത് അവിടെ മാറ്റം കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതേ കാര്യം തന്നെയാണ് ഈ മദ്യനയത്തിലും ഉണ്ടായിരിക്കുന്നത്. എക്സൈസ് മന്ത്രി പറയുന്നത്, എനിക്ക് തോന്നുന്നു എന്റെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യപ്പെട്ട കാര്യം പൊതുജനങ്ങളുടെ അഭിപ്രായം തേടും എന്നുള്ളതാണ്. നമുക്കറിയാം, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പോലും വലിയ രീതിയിൽ ഒറ്റയടിക്ക് ബാറുകൾ അടയ്ക്കുകയല്ല ചെയ്തത്, വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു, അല്ലെങ്കിൽ കൗണ്ടറുകളുടെ എണ്ണത്തിലൊക്കെ വലിയ വ്യത്യാസങ്ങളും മാറ്റങ്ങളും ഒക്കെ കൊണ്ടുവന്നു. പിന്നീട് വന്ന പിണറായി സർക്കാർ അതേ ആശയത്തെ ഏറ്റുപിടിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിന് നേരിട്ടതെങ്കിലും പക്ഷെ വലിയ മാറ്റം അല്ലെങ്കിൽ ആ ആശയത്തെ ഏറ്റുപിടിച്ച് തെരഞ്ഞെടുപ്പിന് നേരിടുകയും വിജയിച്ചു കഴിഞ്ഞപ്പോൾ അതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ചെയ്യുകയും ചെയ്തത്. എന്നാൽ അതിന് മാറ്റമായിക്കൊണ്ട് പഴയ ഉമ്മൻചാണ്ടി സർക്കാർ എന്താണോ സ്വീകരിച്ചത് അല്ല അതേ രീതി തന്നെയാണ്. ഞങ്ങൾ ജനങ്ങൾക്കൊപ്പമാണ്, ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സർക്കാർ എന്നൊരു സന്ദേശം കൂടിയാണ് ഇതിലൂടെ നൽകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, ആവർത്തിച്ച് ശ്രമിക്കുന്നത്. സർക്കാർ ചെയ്യുന്ന ഓരോ കാര്യവും ജനങ്ങൾക്ക് വേണ്ടിയാണെന്ന് ജനങ്ങൾക്ക് കൂടി ബോധ്യപ്പെടണം. ഇതിപ്പോ സാധാരണക്കാരായ, എനിക്ക് തോന്നുന്നു സ്ത്രീകൾക്കൊക്കെ കുറച്ചുകൂടി ആശ്വാസമായിട്ടിരിക്കും. ഈ മദ്യപിക്കുന്ന ആളുകൾക്കാണ് ഇതിൻ്റെ അകത്തൊരു ആശങ്ക ഉണ്ടാകുന്നത്. ഈ മദ്യനയത്തിൽ വരാൻ പോകുന്ന മാറ്റം എന്നാണ്, സമയത്തിലുണ്ടാകുന്ന മാറ്റം. കഴിഞ്ഞ സർക്കാരിന്റെ അവസാന കാലത്ത് അവർ നൽകിയൊരു പ്രതീക്ഷയായിരുന്നു, അല്ലെങ്കിൽ വലിയൊരു ആശ്വാസമായി ആളുകൾക്ക്, അല്ലെങ്കിൽ കേരളത്തിലെ പലരും സന്തോഷിച്ചൊരു വാർത്തയായിരുന്നു ആ സമയം മാറ്റം. അതിലിപ്പോ പുതിയ മദ്യനയം വരുമ്പോൾ പൊതുജനങ്ങളുടെ അഭിപ്രായം തേടുമെന്ന് പറയുന്നുണ്ട്. അത് തന്നെ ഒരു വലിയ കാര്യമാണ്. പൊതുജനങ്ങൾക്ക് പറയാനുള്ളത് ആ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മദ്യനയത്തിൽ മാറ്റം കൊണ്ടുവരിക എന്ന് പറയുന്നത് ഏത് തരത്തിലായാലും അത് സർക്കാരിന് ഒരിക്കലും തിരിച്ചടിയാകില്ല, സർക്കാരിന് ഗുണം ചെയ്യുകയും സാധാരണക്കാരായ ജനങ്ങൾക്ക് അത് ആശ്വാസം നൽകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും തുടക്കം, ഐക്യജനാധിപത്യ മുന്നണിയുടെ തുടക്കം എല്ലാ വകുപ്പുകളിലും മികച്ച രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. മദ്യനയം ഇനി എന്തൊക്കെയാണ് ഇനി എക്സൈസ് വകുപ്പ് മന്ത്രി എന്തൊക്കെ കാര്യങ്ങളാണ് കൂടുതലായി പറയാൻ പോകുന്നത്, പൊതുജനങ്ങളുടെ അഭിപ്രായത്തിൽ നിന്ന് എന്തൊക്കെയായിരിക്കും പരിഗണിക്കുക എന്നൊക്കെ കണ്ടറിയേണ്ടിയിരിക്കുന്നു. മദ്യ നിരോധനമല്ല, മദ്യവർജനമാണ് ഞങ്ങളുടെ പ്രഖ്യാപന ലക്ഷ്യമെന്ന് പറയുന്ന ഒരേ ഒരു സാഹചര്യത്തിൽ, ഈ പ്രത്യേക കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ആ സാഹചര്യത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ ഒരു നിലപാടുമായി ഐക്യജനാധിപത്യ മുന്നണി കടന്നു വരുന്നത്. ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകരമായ ഒരു തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നതെന്ന കാര്യത്തിൽ തർക്കമില്ല. പൊതുജനങ്ങളുടെ അടക്കം അഭിപ്രായം ആരാഞ്ഞ ശേഷം എടുക്കുന്ന ഈ തീരുമാനം ഏത് രൂപത്തിലാണെന്നൊക്കെ നമുക്ക് കണ്ടറിയണം. എന്തായാലും കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഈ വിഷയത്തിൽ കൈയടിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഒരുപാട് മദ്യ ദുരന്തം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ മദ്യ ദുരന്തത്തിന്റെ ആഘാതത്തിൽ നിന്ന് പല കുടുംബങ്ങളും ഇപ്പോഴും മുക്തരായിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് ചരിത്രം ഇപ്പോഴും സൂചിപ്പിക്കുന്നത്. കല്ലുവാതുക്കൽ മദ്യദുരന്തമടക്കം കേരളത്തിന് തീരാക്കളങ്കമായി മാറിയ ചെറുതും വലുതുമായ ഒരുപാട് മദ്യദുരന്തങ്ങൾ നടന്ന സംസ്ഥാനമാണ്. അത്തരത്തിൽ ഒരു സാഹചര്യത്തിൽ നേരത്തെ AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ് അദ്ദേഹം ചാരായ നിരോധനം ഏർപ്പെടുത്തിയത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കള്ളുഷാപ്പുകൾക്ക് സമാനമായി പ്രധാന കവലകളിലെല്ലാം ചാരായ ഷാപ്പുകൾ ഉണ്ടായിരുന്നു. ആ ചാരായ ഷാപ്പുകൾ അടച്ചുപൂട്ടാൻ എടുത്ത ഒരു വിപ്ലവകരമായ തീരുമാനമെടുത്തത് AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ്. അതിനുശേഷമാണ് ഉമ്മൻചാണ്ടി കേരളത്തിലെ ബാറുകൾ അടച്ചുപൂട്ടാനുള്ള തീരുമാനം
തീരുമാനത്തിലേക്ക് എത്തുന്നത്. എന്നാൽ പിന്നീട് വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ആ തീരുമാനം മാറ്റുകയും മദ്യനിരോധനമല്ല മദ്യവർജനമാണ് തങ്ങളുടെ നയമെന്ന് പറഞ്ഞുകൊണ്ട് ബാറുകൾ അടച്ചുപൂട്ടിയ തീരുമാനം പുനഃപരിശോധിച്ച് ആ ബാറുകൾ വീണ്ടും തുറക്കാനുള്ള സൗകര്യം ഒരുക്കി നൽകി. ഈ ഇടതുപക്ഷ സർക്കാരിന്റെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കെ ഉള്ള അവസാന കാലഘട്ടത്തിലാണ് ബാറുകളുടെ പ്രവർത്തന സമയം 11 എന്നത് 12 രാത്രി 12 വരെയാക്കി വർദ്ധിപ്പിച്ചത്. ടൂറിസം മേഖലയിൽ ഉൾപ്പെടെ വലിയ കൂടുതൽ ആളുകളെ ആകർഷിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ IT മേഖലയിൽ ടെക്നോ പാർക്ക് ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ മദ്യം വിളമ്പാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കാനുള്ള എല്ലാ തീരുമാനങ്ങളും ഇടതുപക്ഷ സർക്കാർ എടുത്തിരുന്നു. അന്ന് അതിനെ മദ്യനിരോധന സമിതി ഉൾപ്പെടെയുള്ള സംഘടനകൾ, ഗാന്ധിയൻ സംഘടനകൾ വളരെ ശക്തമായി നിശിതമായി എതിർക്കുകയും വിമർശിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതിനെയൊന്നും വകവെക്കാതെ സർക്കാർ മുന്നോട്ട് പോവുകയായിരുന്നു. പിന്നീടാണ് കോൺഗ്രസ് അധികാരത്തിൽ വരുമ്പോൾ ഇത്തരത്തിൽ ഒരു മദ്യനയത്തിൽ ഒരു പുനഃപരിശോധന എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. കേരളത്തിലെ ജനങ്ങളുടെ കയ്യടി അർഹിക്കുന്ന ഒരു തീരുമാനമാണ്, കയ്യടി നേടുന്ന ഒരു തീരുമാനമാണ്. അമ്മമാർ ഉൾപ്പെടെയുള്ളവരുടെ കണ്ണീരൊപ്പുന്ന ഈ തീരുമാനത്തിന് കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി പിന്തുണയ്ക്കുമെന്നതിൽ ഒരു തർക്കവുമില്ല. എന്തായാലും വലിയ ആവേശത്തോടു കൂടി തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ, വലിയ പ്രതീക്ഷയോടു കൂടിയാണ് ഈ സർക്കാരിനെ അധികാരത്തിലേറ്റിയത്. അധികാരത്തിലേറിയ സർക്കാർ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്ക് തോരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഈ മദ്യ നിരോധനം എന്നത് കേരളം പോലെയുള്ള സംസ്ഥാനത്ത് ടൂറിസം രംഗത്തടക്കം വലിയ കൂടുതൽ ആളുകൾ കടന്നു വരുന്ന വലിയ പ്രതീക്ഷയോടുകൂടി ഭാവി കാലത്ത് ടൂറിസത്തെ നോക്കിക്കാണുന്ന ഒരു സംസ്ഥാനത്ത് പൂർണ്ണമായ മദ്യനിരോധനം പ്രായോഗികമല്ല എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ മദ്യത്തിന്റെ ഉപയോഗം ഘട്ടം ഘട്ടമായി കുറയ്ക്കാനുള്ള നടപടികൾ സർക്കാരിന് സ്വീകരിക്കാൻ കഴിയും. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം നടപടികൾ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ ഒരു നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ അതിന് കൈയടിക്കുമെന്ന കാര്യത്തിൽ തർക്കമുണ്ടോ? ഒരു തർക്കവുമില്ല. കേരളത്തിലെ ജനങ്ങൾ ഇത് അംഗീകരിക്കുകയും ചെയ്യും, കൈയടിക്കുകയും ചെയ്യും. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ സാധാരണക്കാരായ സ്ത്രീകൾ, വീട്ടമ്മമാർ, അങ്ങനെ അത്തരത്തിലുള്ള ആളുകൾക്ക് വലിയ ആശ്വാസം തന്നെയാണ് ഈ ഒരു പുതിയ നയം അല്ലെങ്കിൽ പുതിയ സർക്കാരിന്റെ മദ്യനയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വലിയ പ്രതിഷേധങ്ങൾക്കൊന്നും സാധ്യത കേരളത്തിൽ കാണുന്നില്ല. കാര്യം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തും ഇത്തരത്തിൽ മാറ്റങ്ങൾ, മദ്യനയത്തിൽ മാറ്റം കൊണ്ടുവന്ന് കഴിഞ്ഞ 10 വർഷമായിട്ടാണ് അതിലൊരു മാറ്റം വന്നത്. പക്ഷെ ഒരിക്കലും കേരളത്തിലെ ഒരു ടൂറിസം മേഖലയെ പരിഗണിച്ചുകൊണ്ട് നമുക്കത് പൂർണ്ണമായി മദ്യം അവസാനിപ്പിക്കാൻ അല്ലെങ്കിൽ ബാറുകൾ പൂർണ്ണമായി അടച്ചിടുകയോ അതൊന്നും സാധ്യമല്ല. പക്ഷേ ചേട്ടൻ പറഞ്ഞതുപോലെ ഘട്ടം ഘട്ടമായി കുറച്ചു കൊണ്ടുവരാൻ കഴിയും. എന്തായാലും കേരളത്തിന്റെ ജനങ്ങൾക്ക് മുന്നിൽ വെക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെച്ച വെക്കാൻ പോകുന്ന അല്ലെങ്കിൽ പുതിയ മദ്യനയം, ഇതിൽ സമയത്തിലൊക്കെ വലിയ മാറ്റം വരും, സമയക്രമീകരണത്തിൽ പോലും മാറ്റം വരുമെന്ന് പറയുന്നുണ്ട്. ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്നത് തന്നെയാണ്, കയ്യടി അർഹിക്കുന്ന കാര്യം തന്നെയാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഓരോ ദിവസം കൂടുന്നതോടും UDF സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്. സാധാരണക്കാരായ ആളുകളെ അംഗീകരിക്കാനും അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ തന്നെയാണ് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സർക്കാർ അധികാരത്തിലേറിയിട്ട് വളരെ കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ, ഒരുപാട് മാസങ്ങളൊന്നും ആയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോകുകയാണ് എങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണി സർക്കാർ എന്തൊക്കെയാണ് പ്രതിപക്ഷത്തിരുന്നപ്പോൾ അന്നത്തെ സർക്കാരിനെതിരെ പറഞ്ഞത് അതെല്ലാം അതിനെതിരെ എന്തൊക്കെ ചെയ്യാൻ കഴിയും അതെല്ലാം അവർ ചെയ്യുന്നുണ്ട്. ഇനി മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാം ഇതൊക്കെ എത്രത്തോളം വിജയിക്കുമെന്നുള്ളത്.